നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് പലർക്കും വേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ എമ്പുരാൻ സിനിമയിൽ ഡോൺലിയെ ഒരു വില്ലൻ ക്യാരക്ടറായി കൊണ്ടുവരണമെന്നുള്ളൂ. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ സിനിമയ്ക്ക് എന്താണ് സംഭവിക്കുക എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഈ ഒരു വില്ലന്റെ പോസ്റ്റർ ഫേസ് റിവീൽ ചെയ്യാത്തതുകൊണ്ട് വളരെയധികം ഹൈപ്പ് കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വില്ലന് വീണ്ടും ഹൈപ്പ് കയറിയിട്ടുണ്ട്. കാരണം എന്തെന്നാൽ പൃഥ്വിരാജിന്റെ ക്യാരക്ടർ വീഡിയോയിലൂടെ പറഞ്ഞൊരു കാര്യമാണ്, ഈ ഒരു വില്ലൻ സിനിമയിലെ നായകനായ അബ്രാം ഖുറൈഷ് എന്ന ക്യാരക്ടറിന്റെ ഒപ്പമോ അല്ലെങ്കിൽ ഇതുക്ക് മേലെയുള്ള ഒരു പവർഫുൾ ആയ വില്ലനാണെന്നാണ് പറയുന്നത്. ഇത് മനസ്സിലാക്കാൻ ഈ ഒരു ഫോട്ടോയുടെ ബാക്കിലെ സിമ്പൽ തന്നെ മതി. ഈ ഒരു സിമ്പൽ ജപ്പാനിലെ തന്നെ ഏറ്റവും വലിയ ഗ്യാങ്സ്റ്റർ ഗ്രൂപ്പായിട്ടുള്ള യാക്കൂസ ഗ്രൂപ്പിലെ മെമ്പറിന്റെയാണ്. ഇത് റിയലായ പവർഫുൾ ആയ ഒരു ഗ്രൂപ്പാണ്. യാക്കൂസ മെമ്പേഴ്സ് ബോഡി മൊത്തം ടാറ്റു അടി. ജപ്പാനിൽ പണ്ട് ഏകദേശം 2 ലക്ഷത്തോളം യാക്കൂസ മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. നിലവിൽ വളരെയധികം കുറവാണ്. എങ്കിലും ഇപ്പോഴും ജപ്പാനിലുണ്ട്. കില്ലിങ്, ഗൺ ഫൈറ്റ്, ഡ്രഗ്സ് തുടങ്ങി എല്ലാ ബിസിനസ്സും യാക്കൂസ ഗ്രൂപ്പിനുണ്ട്. ഭൂരിഭാഗവും വളരെ ടെററായിട്ടുള്ള ക്രൂരമായ ഗ്രൂപ്പാണ്. എന്നാൽ ഇവിടെയും ചാരിറ്റി എല്ലാം ചെയ്തിരുന്ന അങ്ങനെയുള്ള ഗ്രൂപ്പും ഉണ്ടായിരുന്നു. പല സിനിമകളിലും യാക്കൂസകൾ വരാറുണ്ട്. ഇന്ത്യൻ സിനിമയിൽ ചൈനയിൽ നിന്നോ ജപ്പാനിൽ നിന്നോ പല വില്ലന്മാരും വന്നിട്ടുണ്ട്. അത്യാവശ്യം മാസ് തന്നെയാണ്. ലൂസിഫർ സിനിമയിൽ കബൂഗ എന്ന ഗ്രൂപ്പിനെ പറ്റി ക്ലൈമാക്സിൽ മെൻഷൻ ചെയ്യുന്നു. ക്യാരക്ടർ പോസ്റ്ററിലൂടെ പുറത്തുവിട്ട കാര്യം ഈ ഒരു നടനായിരിക്കും കബൂഗ എന്ന ക്യാരക്ടറെ ചെയ്യുക. എമ്പുരാൻ സിനിമയുടെ സ്റ്റോറി ടീസറിൽ നിന്ന് മനസ്സിലാവുന്നത് എമ്പുരാൻ സിനിമയുടെ സ്റ്റോറി നമ്മൾ പല ഹോളിവുഡ് സിനിമയിൽ കണ്ടിട്ടുള്ള സെയിം സ്റ്റോറി തന്നെയായിരിക്കും. 2 വലിയ ഇല്ലീഗൽ ടീമുകൾ, ഒന്ന് നായകന്റെ മറ്റൊന്ന് വില്ലൻ, 2 പേരും തമ്മിൽ ക്ലാഷ്. ഒട്ടുമിക്ക ഹോളിവുഡ് സിനിമയിലും ഇത് മുതലെടുത്ത് 2നെയും തീർക്കാൻ നോക്കുന്ന പോലീസിന്റെ ടീമുണ്ട്. മറ്റൊന്നാണ് വില്ലന്റെ ടീമുമായി ചേർന്ന് നായകന്റെ ടീമിനെ കൊല്ലാൻ നോക്കുന്നത്, എന്നിട്ട് വില്ലന്റെ ടീമിനെ ചതിക്കുന്നത്. ഇതിലേതെങ്കിലും ഒരു സ്റ്റോറി ആയിരിക്കാം ഈ ഒരു വില്ലനായിരിക്കാം നമ്മൾ എമ്പുരാൻ സിനിമയിൽ കാണാൻ പോകുന്നത്. ക്ലൈമാക്സിലായിരിക്കാം ഈ ഒരു വില്ലൻ വരുന്നത്. വിക്രം സിനിമ പോലെ കബൂഗ എന്ന ക്യാരക്ടർ ചെയ്യുന്ന എറിക് കബോണി എന്ന ഈ ഒരു നടനും ഒരു മാസ് വില്ലൻ തന്നെയായിരിക്കും. പല ഹോളിവുഡ് സിനിമയിലും ഇദ്ദേഹം വന്നിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ പ്രത്യേകത ഇദ്ദേഹത്തിന്റെ സൗണ്ടാണ്. വളരെ ഡീപ്പ് സൗണ്ടാണ്. വില്ലൻ ക്യാരക്ടറിന് വളരെ സ്യൂട്ടായിരിക്കും. മെയിൻ വില്ലനായി പലരും ഗസ് ചെയ്യുന്ന മറ്റൊരു വ്യക്തിയാണ് റിക്കിയോ. റിക്കിയോണും ഒരു ഹോളിവുഡ് നടനാണ്. പല ഹോളിവുഡ് സിനിമകൾ മെയിൻ ക്യാരക്ടറായി ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിലെ ഈ ഒരു ക്യാരക്ടറെ നിങ്ങൾക്ക് അറിയായിരിക്കും. മാർഷൽ ആർട്സ് പഠിച്ച മികച്ചൊരു ഫൈറ്റർ കൂടിയാണ്. യാക്കൂസ ഗ്രൂപ്പിലെ ഒരു ഗ്യാങ്സ്റ്ററായി ഇദ്ദേഹത്തെ കാസ്റ്റ് ചെയ്താൽ അതും മികച്ചൊരു വില്ലനായിരിക്കും. ഇദ്ദേഹമാണെന്ന് റൂമേഴ്സ് ഉണ്ടെങ്കിലും ഒട്ടും കൺഫേം ആയിട്ടില്ല. എല്ലാരും ക്യാച്ച് ചെയ്യാൻ പറയുന്ന മറ്റൊരു നടനാണ് ഡോണി യെൻ. ഇദ്ദേഹത്തെ നിങ്ങൾക്ക് അറിയായിരിക്കും. വളരെ മികച്ച ഒരു മാർഷൽ ആർട്സ് ഫൈറ്ററാണ്. മാത്രവുമല്ല ഫേമസ് ആയ ഒരു ഹോളിവുഡ് നടനാണ്. മാർഷൽ ആർട്സ് ലിജൻഡായ ബ്രൂസ്ലിയുടെ മാസ്റ്റർ ഇപ്പുമാന്റെ കഥ പറഞ്ഞ് ഇപ്പുമാൻ ഫ്രാഞ്ചൈസിൽ നിന്ന് ഇദ്ദേഹം കൂടുതൽ ഫേമസ് ആയി. ബ്രൂസ്ലിയുടെ മാസ്റ്റർ നമുക്കറിയാം. ബ്രൂസ്ലി തന്നെ ഒരു മാർഷൽ ആർട്സ് കിങ് ആണ്. അപ്പോൾ ബ്രൂസ്ലിയുടെ മാസ്റ്റർ ഒരു നിസാര പുള്ളിയായിരിക്കില്ല എന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. ഇപ്പുമാനായി അഭിനയിക്കണമെങ്കിൽ വളരെ ടഫായ ഫൈറ്റിംഗ് സ്കിൽസ് സിനിമയ്ക്ക് വേണമായിരുന്നു. ഇതിനായി ഡോണി എന്നെ ട്രെയിൻ ചെയ്തു. യഥാർത്ഥ ഇപ്പുമാന്റെ മകൻ തന്നെയായിരുന്നു. അങ്ങനെ ഡോണിയൻ മികച്ച ഒരു മാർഷൽ ആർട്സ് ഫൈറ്ററായി മാറി. ജോൺ വിക്ക് സിനിമയിലും ഇദ്ദേഹത്തിന്റെ മികച്ച സ്വാഗതമാണ്. എമ്പുരാൻ സിനിമയിൽ യാക്കൂസ ഗ്യാങ്സ്റ്ററായി ഡോണിയൻ വന്നാൽ അതും മികച്ചതായിരിക്കും. അടുത്തതാണ് നമ്മുടെ ഡോൺലി എന്നറിയപ്പെടുന്ന മാ ഡോങ് സോക്. നമുക്കറിയാം ഇന്ത്യയിലടക്കം വേൾഡ് വൈഡായി വളരെ ഫാൻ ബേസ് ഉള്ള ഒരു നടനാണ് ഡോൺലി. ഡോൺലി ഒരു സൗത്ത് കൊറിയൻ ആക്ടറാണ്. എമ്പുരാൻ സിനിമയിൽ വേണ്ടത് ഒരു ഗ്യാങ്സ്റ്റർ വില്ലനെയാണ്. യാക്കൂസ ഗ്രൂപ്പിൽപ്പെട്ട ഒരു ഗ്യാങ്സ്റ്റർ വില്ലൻ, നായകന്റെ ഒപ്പം തന്നെ പവർ ഉള്ള ഒരു വില്ലൻ. ഇതിനു വേണ്ടി ഒരു പക്ഷേ സ്ക്രീൻ പ്രസൻസ് കൊണ്ടും ബോഡി കൊണ്ടും സ്വാഗ് കൊണ്ടും അങ്ങനെ എല്ലാം കൊണ്ടും മാച്ചാവുന്ന ഒരു പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആയിരിക്കും ഡോൺലി. ഇദ്ദേഹത്തിന്റെ ചില ബോഡി ലാംഗ്വേജും ചില എക്സ്പ്രഷൻസും നമ്മുടെ ഒറിജിനൽ ലാലേട്ടനുമായി ചെറുതായി മാച്ചാവുന്നു. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ കൊറിയൻ ലാലേട്ടൻ എന്നും ഇവിടെ പലരും വിളിക്കുന്നുണ്ട്. ട്രെയിൻ ടു ബുസാൻ, ഗ്യാങ്സ്റ്റർ പോപ്പ് ഡെവിൽ, റൗണ്ട് അപ്പ് തുടങ്ങിയ സിനിമകളെല്ലാം ഇദ്ദേഹത്തെ വേൾഡ് വൈഡ് ഫാൻസ് ഉണ്ടാക്കി. ഇദ്ദേഹം ഒരു ആക്ഷൻ സൂപ്പർ സ്റ്റാർ ആണ്. ഫൈറ്റ് ആണ് ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഗ്യാങ്സ്റ്റർ പോപ്പ് ഡെവിൽ എന്ന സിനിമയിൽ നമുക്കറിയാം ഇദ്ദേഹം ഓൾറെഡി വളരെ ഫാൻ ബേസ് ഉള്ള ഒരു ഐക്കോണിക് ഗ്യാങ്സ്റ്ററായി അഭിനയിച്ചിട്ടുണ്ട്. പോരാട്ടത്തിന് യാക്കൂസ ഗ്രൂപ്പിൽ നിന്ന് ഇൻസ്പയർ ആയാണ് ഈ ഒരു ക്യാരക്ടറെ ഉണ്ടാക്കിയത്. ഡോൺലി എമ്പുരാൻ സിനിമയിൽ വന്നാൽ അതും നായകന്റെ പോലെ മറ്റൊരു ഗ്യാങ്സ്റ്ററായി, അതും നായകന്റെ ഒപ്പം തന്നെ പവർ ഉള്ള ഒരു ഗ്യാങ്സ്റ്റർ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സിനിമയിലെ നായകൻ ക്യാരക്ടറായ അബ്രാം ഖുറൈഷി എന്ന ക്യാരക്ടറിന് വളരെ ടഫ് കോമ്പറ്റീഷൻ ആയിരിക്കും. സ്ക്രീൻ പ്രസൻസിന്റെ കാര്യത്തിൽ ലാലേട്ടനെ വെട്ടിക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാര കാര്യമല്ല. എങ്കിലും എമ്പുരാൻ സിനിമയിലേക്ക് വരുമ്പോൾ നായകനും വില്ലനും ഗ്യാങ്സ്റ്റർ ക്യാരക്ടേഴ്സ് ആയിരിക്കുമെങ്കിലും ഡോൺലി ഓൾറെഡി ഒരു ഐക്കോണിക് ഗ്യാങ്സ്റ്ററെ ചെയ്തുകൊണ്ട് തന്നെ ക്യാരക്ടർ വൈസിൽ ഡോൺലിക്ക് ഒരുപക്ഷെ ഗ്യാങ്സ്റ്റർ ക്യാരക്ടറിൽ
നായകനെ ഓവർകം ചെയ്യാൻ കഴിഞ്ഞേക്കും. അങ്ങനെ സംഭവിച്ചാൽ സിനിമയിലെ മെയിൻ ഹൈലൈറ്റ് ആ ഒരു ക്യാരക്ടറായി മാറും. സിനിമയ്ക്ക് വളരെ കളക്ഷനും ഫാൻ ബേസും ഉണ്ടാകുമെങ്കിൽ നായകൻ ക്യാരക്ടറെ ഡെവലപ്മെന്റ് ചെയ്ത് കൊണ്ടുവന്നത് ഇവിടെ വെറുതെയാവും. ഇനി ഡോൺലിയെ കൊണ്ടുവന്ന് അധികം ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിയാത്ത അങ്ങനത്തെ ക്യാരക്ടർ ആണെങ്കിൽ അതും പ്രശ്നമാണ്. ഡോൺലിയെ കൊണ്ടുവന്ന് കോമഡി പീസാക്കിയെന്ന് പറയും. ഇതുകൊണ്ട് തന്നെ ഡോൺലി പോലുള്ള ഇത്തരം നടന്മാരെ കൊണ്ടുവരികയാണെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതും നായകനും വില്ലനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആയിരിക്കും. അത്രയും മികച്ച ഡയറക്ഷൻ ആയിരിക്കും. എമ്പുരാൻ സിനിമയിൽ ഡോൺലി ഉണ്ടോ എന്നുള്ളത് ഒട്ടും തന്നെ കൺഫേം അല്ല. പ്രഭാസ് നായകനാവുന്ന സന്ദീപ് റെഡ്ഡി വാങ്ക ഡയറക്ട് ചെയ്യുന്ന തിരിച്ച് എന്ന സിനിമയിലാണ് ഡോൺലി ഏകദേശം കൺഫേം ആയിട്ടുള്ളൂ. ഡോൺലി അടുത്ത കാലത്ത് പ്രഭാസിന്റെ സലാർ 2ന്റെ പോസ്റ്റർ സ്റ്റോറി ഇട്ടിരുന്നു. ഈ സലാർ 2ൽ ഡോൺലി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിനുള്ള ചാൻസ് ഇല്ല. കേട്ടടുത്തോളം തിരിച്ച് സിനിമയുടെ പ്രൊഡക്ഷൻ ടീം ഡോൺലിയുമായി ഡിസ്കഷൻ നടത്തിയെന്നും ഡോൺലിയിൽ നിന്നും ഒരു പോസിറ്റീവ് റെസ്പോൺസ് ആണ് കിട്ടിയതെന്നാണ് പറയുന്നത്. ഇതിന്റെ ഭാഗമായി തന്റെ വിഷ അറിയിക്കാൻ വേണ്ടിയാണ് പ്രഭാസിന്റെ സലാറിന്റെ പോസ്റ്റർ ഡോൺലി സ്റ്റോറി ഇട്ടത്. സലാർ എന്ന സിനിമ ഡോൺലി കണ്ടു എന്നാണ് നിലവിൽ പറയുന്നത്. സലാർ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഡോൺലി പ്രഭാസിനൊപ്പം പൃഥ്വിരാജിനെയും കണ്ടിട്ടുണ്ട്. എന്തൊക്കെയായാലും എമ്പുരാൻ സിനിമയിലെ വില്ലൻ ഒരു സർപ്രൈസ് തന്നെയായിരിക്കും. മറ്റൊരു കാര്യമാണ് ഹോളിവുഡിലെ അത്യാവശ്യം ഫേമസ് റോളുകൾ ചെയ്തിട്ടുള്ള ജെറോമി ഫ്ലിന്നും ഈ ഒരു സിനിമയിലും വേൾഡ് ഫേമസ് ആയ ഗെയിം ഓഫ് ത്രോൺസ് സീരീസിൽ ഒരു മെയിൻ ക്യാരക്ടർ ആയിരുന്നു ഇദ്ദേഹം. മാത്രവുമല്ല വേൾഡ് ഫേമസ് ആക്ഷൻ ഫ്രാഞ്ചൈസ് ആയ ജോൺ വിക്കിലും ഇദ്ദേഹമുണ്ട്. ഇദ്ദേഹം ഈ ഒരു സിനിമയിൽ ബോറിസ് എന്ന ക്യാരക്ടറാണ് ചെയ്യുന്നത്. So Jamie, Rick on. Dick on. ഇതിനു മുമ്പ് ടോണി ലാലേട്ടനെ പറ്റി പറയുന്നു എന്ന പേര് ഒരു ഇന്റർവ്യൂ വൈറലായിട്ടു. കൊറിയൻ ഭാഷയിലായിരുന്നു ഇന്റർവ്യൂ. താഴെ സബ്ടൈറ്റിൽ കാണിക്കുന്നു. തനിക്ക് ഇഷ്ടപ്പെട്ട നടന്മാരെ ചോദിച്ചപ്പോൾ ജോയി മിൻസിക് എന്നും മോഹൻലാൽ സാർ എന്നും ഡോൺലി പറഞ്ഞതായി പറയും. ഇതിന്റെ ഭാഷ കൊറിയനാണ്. നമ്മൾ കാണുന്നത് സബ്ടൈറ്റിൽ മാത്രമാണ്. ഇവിടെ നമുക്ക് ഡോൺലി, മോഹൻലാൽ, മോഹൻ സാർ എന്നൊക്കെ പറയുന്നത് കാണാം. ഇതൊരു 3 കൊല്ലം മുമ്പ് വൈറലായ വീഡിയോയാണ്. ഇവിടെ യഥാർത്ഥത്തിൽ ടോണിക്ക് ഇഷ്ടപ്പെട്ട ഫുഡുകളെ പറ്റിയാണ് ചോദിച്ചത്. ടോണി പറയുന്ന ഓരോ ഡിഷസിന്റെ പേരാണ്. താഴെ കാണിക്കുന്നത് ഒരു ഫേക്ക് സബ്ടൈറ്റിലാണ്. പലരും കരുതിയത് ഡോണി ലാലേട്ടനെ പറ്റി പറയുകയാണെന്ന്. ഇതൊരു 3 കൊല്ലം മുമ്പ് വൈറലായ ഒരു വീഡിയോയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായി കമന്റ് ചെയ്യാം. എന്തൊക്കെയായാലും ഡോണിയെ നമുക്ക് അടുത്ത് തന്നെ ഇന്ത്യൻ സിനിമയിൽ കാണാം. എമ്പുരാനിൽ വരുമോ എന്നറിയില്ല. എന്ത് തന്നെയായാലും നിലവിലുള്ള എമ്പുരാൻ കാസ്റ്റിംഗ് വളരെ മാസ് തന്നെയാണ്. ജെറോമി ഫ്ലിൻ, എറിക് എബോണി, ഇനി റിക്യൂൺ ഉണ്ടെങ്കിൽ ഇവരെല്ലാം തന്നെ ആദ്യമായി അഭിനയിക്കുന്ന ഇന്ത്യൻ പടം അത് നമ്മുടെ എമ്പുരാനായിരിക്കും.